ഹലോ കൂട്ടുകാരെ, ഇന്ത്യൻ എയർഫോഴ്സിന്റെ സെലക്ഷന് പരാജയപ്പെട്ടിട്ടും ഫൈറ്റർ ജെറ്റ് പറത്തിയ ഒരാളുടെ കഥയുണ്ട്. അയാൾ ആരാണെന്ന് അറിയാൻ കഥ മുഴുവൻ കേൾക്കണേ. ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കുട്ടി. അവന് ഒരേ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഫൈറ്റർ ജെറ്റ് പൈലറ്റ് ആവണം. അങ്ങനെ ആ ആഗ്രഹവുമായി അവൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് നല്ല മാർക്കോടെ പാസ്സായി. അതിനുശേഷം ഇന്ത്യൻ എയർഫോഴ്സിന്റെ അവസാന സെലക്ഷൻ റൗണ്ടിലെ 10ാമനാവാൻ ആ യുവാവിന് സാധിച്ചു. പക്ഷേ ആകാശത്തിലേക്കുള്ള വാതിൽ തുറന്നത് ആദ്യത്തെ 9 മാർക്ക് മാത്രമായിരുന്നു. അങ്ങനെ പൈലറ്റ് ആവാനുള്ള സ്വപ്നം അവിടെ അവസാനിച്ചു. എങ്കിലും മനസ്സ് തളരാതെ അദ്ദേഹം മുന്നോട്ട് പോയി. ആ യാത്രയിൽ അദ്ദേഹം എത്തിയത് ഇന്ത്യയുടെ സ്വപ്നങ്ങൾ ആകാശത്തേക്കും ബഹിരാകാശത്തേക്കും ഉയർത്തുന്നിടത്താണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആ യുവാവ് ഇന്ത്യയുടെ പരമോന്നത പദവിയിലെത്തി. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. ആർമി, നേവി, എയർഫോഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രീം കമാൻഡറായി. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കൈവിട്ടുപോയ സ്വപ്നം അദ്ദേഹം സാധിച്ചെടുത്തു. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് വിമാനം പറത്തിയ ആദ്യത്തെ രാഷ്ട്രപതിയായി. ഒരിക്കൽ അദ്ദേഹം തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തികളും. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. അടുത്ത കഥയ്ക്കായി ഫോളോ ചെയ്യൂ.